ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. നമ്മുടെ പ്രത്യേക പഠന പരമ്പര റോമലേഖനത്തിൽ നിന്നുള്ളതാണ്. 88ാമത്തെ അവതരണത്തിലാണ് ഇന്നിപ്പോൾ ആയിരിക്കുന്നത്. റോമലേഖനം 88ാമത്തെ അവതരണം. വിശ്വാസത്താലുള്ള നീതീകരണത്തിൻ്റെ മാതൃകയായി, ഉദാഹരണമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അബ്രഹാമിനെയാണ്. യഹൂദന്മാരെ സംബന്ധിച്ച് വളരെ ശ്രേഷ്ഠനായ ഒരു കഥാപാത്രമാണ് അബ്രഹാം. അബ്രഹാമിൻ്റെ ജീവിതം എടുത്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് യഹൂദന്മാരോട് ദൈവത്തിൽ നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് എന്ന് കാണിച്ചു. അബ്രഹാമിനെ ദൈവം നീതിമാനായി കണക്കിട്ടു, താൻ പരിച്ഛേദന എന്ന ശുശ്രൂഷ സ്വീകരിക്കുന്നതിന് മുൻപ്. അതുകൊണ്ട് താൻ അഗ്രചർമ്മത്തിൽ വെച്ച് തനിക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നീതി നിമിത്തം താൻ എല്ലാവരുടെയും പിതാവാവുകയാണ്. ദൈവം തന്നെ നീതീകരിക്കപ്പെട്ടതിന് ശേഷം 99ാമത്തെ വയസ്സിലാണ് അബ്രഹാം പരിച്ഛേദന സ്വീകരിക്കുന്നത്. അങ്ങനെ അബ്രഹാം രണ്ടു കൂട്ടരുടെയും വിശ്വാസികളുടെ പിതാവായി മാറുകയാണ്. ഈ അബ്രഹാമിൻ്റെ വിശ്വാസമാണ് നാം പിന്തുടരേണ്ടത്. അബ്രഹാമിൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നു. അബ്രഹാമിൻ്റെ വിശ്വാസത്തെ പരിശോധിക്കാൻ നമ്മൾ കാണാൻ കഴിയുന്നത് അബ്രഹാം ദൈവം എന്ന വ്യക്തിയിൽ, ഇൻ ദ പേഴ്സൺ ഓഫ് ഗാഡ്, ദൈവത്തിൽ വിശ്വസിച്ചു. അബ്രഹാമിലല്ല, ഏതെങ്കിലും തത്വസംഹിതയിലല്ല, ഒരു കാര്യപരിപാടിയിലല്ല, തൻ്റെ വിശ്വാസത്തിൽ പോലുമല്ല. അബ്രഹാം വിശ്വസിച്ചത് ദൈവത്തിലാണ്. രണ്ടാമത് അബ്രഹാമിൻ്റെ വിശ്വാസം ദൈവത്തിൻ്റെ ശക്തിയിലാണ്. ദൈവം ഒരു കാര്യം അരുളി ചെയ്താൽ അത് നിറവേറ്റുവാൻ ദൈവം ശക്തനാണ്. അത് അബ്രഹാമിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. സാഹചര്യങ്ങൾ പ്രതികൂലമാകാം, കാലാവസ്ഥ പ്രതികൂലമാകാം, ഒരു സാധ്യതയും കൺമുമ്പിൽ തുറക്കപ്പെടുന്നില്ല. എങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് നിറവേറ്റുവാൻ ശക്തനാണ്. ദൈവം അബ്രഹാമിനോട് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞു, സർവശക്തനായ ദൈവം, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക, നക്ഷത്രങ്ങളെ നോക്കുക. ദൈവത്തിൻ്റെ ശക്തിയെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയിൽ അബ്രഹാം വിശ്വസിച്ചു. മൂന്നാമത് അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്, അബ്രഹാമിൻ്റെ വിശ്വാസം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലായിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചു. റോമർക്കെതിരെ ലേഖനം 4-ാമത്തെ 20-21 വാക്യങ്ങളൊന്ന് വായിച്ച് കേൾക്കാം. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അപ്പോൾ അബ്രഹാം ദൈവത്തിൻ്റെ ശക്തിയിൽ മാത്രമല്ല, അബ്രഹാമിന് പൂർണ്ണമായ നിശ്ചയമുണ്ടായിരുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനം. ദൈവം ഒരു കാര്യം വാഗ്ദാനം ചെയ്താൽ ദൈവം നിറവേറ്റുമെന്ന് അബ്രഹാമിനറിയാം. ദൈവം അബ്രഹാമിന് പറഞ്ഞു, നിന്നിൽ അനേക സന്തതികളുണ്ടാകും, നീ ബഹുജാതികൾക്ക് പിതാവായിത്തീരും, ലോക അവകാശിയായിത്തീരും എന്നെല്ലാമുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ ദൈവം ശക്തനാണ്. തനിക്കൊരു മകനുണ്ടാകുമെന്നും സന്തതി പരമ്പര ഉണ്ടാകുമെന്നും അത് അസാധ്യമെന്ന് സാഹചര്യങ്ങൾ തന്നോട് പറയുന്നുണ്ടെങ്കിൽ പോലും ദൈവം പറഞ്ഞതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചു. അപ്പോൾ ഈ പിതാക്കന്മാരിൽ വളരെ ശ്രേഷ്ഠനായ അബ്രഹാം പിതാവ് അവിടെ പറയുന്നത്, അവിശ്വാസത്താൽ സംശയിച്ചില്ല ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ, വിശ്വാസത്തിൽ ബലപ്പെട്ടു, അവിശ്വാസത്താൽ സംശയിച്ചില്ല, മടിച്ചില്ല. അതിനു പകരം എന്ത് ചെയ്തു? വിശ്വാസത്തിൽ ബലപ്പെട്ടു, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ഇപ്പോൾ നാം അഭ്യാസം നടത്തുമ്പോൾ, കായികാഭ്യാസം നടത്തുമ്പോൾ, എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മസിലുകൾക്ക് ബലം കിട്ടും. എന്നതുപോലെ അബ്രഹാം ദൈവത്തിൽ ആശ്രയിച്ചു. തൻ്റെ വിശ്വാസത്താൽ ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസത്തിൽ അബ്രഹാം വിശ്വാസത്തിൽ ബലപ്പെട്ടു എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെ ദൈവത്തിൽ ബലപ്പെടുക മാത്രമല്ല, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. വിശ്വാസത്തിൽ മുന്നേറുമ്പോൾ വിശ്വാസം ശക്തിപ്പെടും. നാം നിരന്തരമായി അഭ്യാസം ചെയ്യുമ്പോൾ, എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മസിലുകൾക്ക് ബലം കൂടും. വിശ്വാസത്തിൽ മുന്നേറുമ്പോൾ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ, വിശ്വാസത്തോടെ എല്ലാം കാണുമ്പോൾ വിശ്വാസത്തിന് ശക്തി കിട്ടും. അത് ദൈവത്തിന് മഹത്വം കിട്ടാൻ കാരണമാകും. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുന്നു. 1-ാം അധ്യായം റോമലേഖനത്തിൽ നമ്മൾ കണ്ടതാണ്. 1-ന്റെ 21 അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നുവെന്ന് അവിടെ വ്യക്തമായി പുറജാതികളെക്കുറിച്ച് അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞു. ഇവിടെ അബ്രഹാം അങ്ങനെ ആയിരുന്നില്ല, നന്ദിയില്ലാത്തവനായിരുന്നില്ല. അബ്രഹാം ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്കാണ് ദൈവത്തിന് ഉചിതമായ മഹത്വം കരയറ്റുവാൻ കഴിയുന്നത്. അബ്രഹാം ദൈവത്തെ മഹത്വപ്പെടുത്തി. നാമും ഈ പാതയാണ് പിന്തുടരേണ്ടത്. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ചുവടുകൾ നാമും പിന്തുടരണം. പത്രോസിൻ്റെ ലേഖനത്തിൽ 2 പത്രോസ് 3-ാം 18-ാം വാക്യത്തിൽ പത്രോസിലൂടെ ഇപ്രകാരമാണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടത്.
കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവേൻ. അവന് ഇപ്പോഴും എന്നേക്കും മഹത്വമാമേൻ. ഇപ്പോഴും എന്നേക്കും മഹത്വമാമേൻ. 21 വാക്യത്തിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ റോമലേഖനം 4-ാം അധ്യായം അവൻ വാഗ്ദത്തം ചെയ്തത്. അബ്രഹാം ദൈവത്തെക്കുറിച്ച് ഉറപ്പോടെ വിശ്വസിച്ചു. ദൈവം വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു രക്തചുരുക്കമാണ് 21 വാക്യം. ഒരു സംക്ഷിപ്തമായിട്ടുള്ള ഒരു വാക്യമാണ് 21 വാക്യം. ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയം, പൂർണ്ണമായി ഉറച്ചു, യാതൊരു സംശയമില്ലാതെ നിശ്ചയം പ്രാപിച്ചു. അബ്രഹാം ദൈവത്തിൽ ദൈവം ശക്തനാണ്. ദൈവം വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനാണ്. വാഗ്ദത്തം ചെയ്തു എന്ന് മാത്രമല്ല, ആ വാഗ്ദത്തം നിറവേറ്റുവാനും ദൈവം ശക്തനാണ്. ദൈവം എന്തു വാഗ്ദാനം ചെയ്തോ ദൈവം അത് നിറവേറ്റും. നാം പലപ്പോഴും പലരോടും വാഗ്ദാനങ്ങൾ പറയാറുണ്ട്, പല വാഗ്ദാനങ്ങളും നൽകാറുണ്ട്. പലതും നമ്മൾ പാലിക്കാറില്ല. നമ്മൾ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ, വാക്ക് പറയുമ്പോൾ ഒരു പക്ഷേ നാം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടാകും നാം പറഞ്ഞതുപോലെ ചെയ്യണമെന്ന്. നാം കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. പക്ഷേ പലപ്പോഴും പരാജയപ്പെടും. ദൈവം അപ്രകാരമല്ല. ദൈവം ഒരു കാര്യം വാഗ്ദാനം ചെയ്താൽ ദൈവം അത് എപ്പോഴും പാലിക്കും. ഈ ഒരു വലിയ സത്യം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് ദാനിയേലിൻ്റെ പുസ്തകം 3:17 ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നത്. ഇവിടെ പറയുന്നത്, ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഇവിടെ നെബൂഖദ്നേസറിനോട് ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ഉത്തരം പറയുകയാണ്, ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ വിടുവിക്കും. ഇംഗ്ലീഷിൽ ഗോഡ് ഈസ് ഏബിൾ. ദൈവത്തിന് വിടുവിക്കാൻ കഴിയും. ഈ തീച്ചൂളയിൽ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. റോമലേഖനം 11-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നോക്കുമ്പോഴും ഈ വലിയ സത്യം ഓർമ്മിപ്പിക്കപ്പെടുന്നു. റോമർ 11:23 അവിടെ പറയുന്നത്, അവിശ്വാസത്താൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും ഒട്ടിക്കും, അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ. ഒലിവ് മരത്തിൻ്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റുന്നതിനെക്കുറിച്ച് ദൈവം ശക്തനല്ലോ. റോമലേഖനം 14-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഈ സത്യം വിളിച്ചു പറയുന്നു. റോമർ 14:4 മറ്റൊരുത്തിൻ്റെ ദാസനെ വിധിപ്പാൻ നീ ആർ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനത്രേ. അവൻ നിൽക്കും താനും. അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. ദൈവത്തിൻ്റെ കഴിവിനെക്കുറിച്ച് ഒരിക്കലും സംശയിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലും നമുക്കിത് കാണാൻ സാധിക്കും. 2 കൊരിന്ത്യർ 9-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം പറയുന്നത്, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങൾ ഈ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാണ്. ദൈവം ശക്തനാണ്. എബ്രായ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിലും കർത്താവ് എന്ന മഹാപുരോഹിതനെക്കുറിച്ച് പറയുമ്പോൾ, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്കിടെ പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. ദൈവത്തിന് കഴിയും. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ശക്തൻ യവന ഭാഷയിൽ ഡുനാമിസ് എന്ന് പറയുന്ന യവന വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം സർവശക്തനാണ്, എല്ലാം കഴിയുന്നവനാണ്. അബ്രഹാത്തിന് വ്യക്തമായ നിശ്ചയമുണ്ടായിരുന്നു. ദൈവം എന്താണോ വാഗ്ദാനം ചെയ്തത്, എന്താണോ ചെയ്യാമെന്ന് പറഞ്ഞത്, ദൈവം അത് ചെയ്യും. അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുക മാത്രമല്ല, ദൈവം വാഗ്ദാനം ചെയ്ത് പാലിക്കുമെന്ന് മാത്രമല്ല, ദൈവം അത് ചെയ്യും എന്ന് ഉറച്ചു വിശ്വസിച്ചു. ദൈവം വിശ്വസ്തനാണ്. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നൽകുന്ന സാക്ഷ്യം അതാണ്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യം. അവിടെ ഇപ്രകാരമാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്, ആകയാൽ നിൻ്റെ ദൈവമായ യഹോവ തന്നെ ദൈവം. അവൻ തന്നെ സത്യദൈവമെന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദൈവം പാലിക്കുന്നു. ദൈവം വിശ്വസ്തനാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലും പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ വ്യക്തമായി ഇതിൻ്റെ സ്വഭാവത്തെ കാണിച്ചു തരും. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ദൈവത്തെ നമുക്ക് ആശ്രയം വയ്ക്കാം. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ ക്രമീകരിക്കാം. ദൈവം വാക്ക് പാലിക്കും. ദൈവത്തിന് ഒരിക്കലും തീത്തോസിൻ്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം പറയുന്ന പോലെ വ്യാജം പറയാൻ ദൈവത്തിന് കഴിയില്ല. ദൈവം കള്ളം പറയില്ല. ദൈവത്തിൻ്റെ സ്വഭാവമല്ല അത്. തീത്തോസ് 1:2 തൻ്റെ വചനം വെളിപ്പെടുത്തിയ ഭോഷ്കില്ലാത്ത ദൈവം എന്ന് കാണാം. എബ്രായർക്ക് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലും ദൈവത്തിൻ്റെ സ്വഭാവം വചനത്തിൽ വ്യക്തമായി ആവർത്തിക്കുന്നു. എബ്രായ ലേഖനം 6:18 ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടിവന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയാത്തതുമായ, ദൈവം ഭോഷ്ക് പറയില്ല, ദൈവം കള്ളം പറയില്ല, ഇല്ലാത്ത കാര്യം പെരുപ്പിച്ച് പറയില്ല, ചെയ്യാത്ത കാര്യം പറയില്ല.
പലപ്പോഴും നാം നമ്മുടെ വാഗ്ദാനങ്ങൾ പാലിക്കാറില്ല. പക്ഷെ ദൈവം പാലിക്കും. ദൈവം പറഞ്ഞത് ചെയ്യും. ദൈവം എന്താണോ വാഗ്ദാനം ചെയ്തത് ദൈവം ചെയ്യും. അബ്രഹാമിനെ സംബന്ധിച്ച് എളുപ്പമായിരുന്നു. ദൈവം തന്നോട് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്ന് വിശ്വസിക്കുക അബ്രഹാമിന് എളുപ്പമായിരുന്നു? ഒരിക്കലുമായിരുന്നില്ല. ഹൃദയഭേദകമായിരുന്നു. ഓരോ വർഷം കഴിയും തോറും അബ്രഹാം എന്ന് തൻ്റെ പേര് ആ സമയത്ത് ഓരോ വർഷം കഴിയും തോറും മകനെ ദൈവം നൽകുമെന്ന് പറഞ്ഞ വാഗ്ദാനം നീണ്ടു പോകുമ്പോൾ, ഉദാഹരണത്തിന് ചിത്രീകരണം പോലെ ചിന്തിക്കുക. അബ്രഹാമിൻ്റെ നാട്ടിലേക്ക് ദേശത്തെ അനേകം ആൾക്കാർ യാത്രക്കാർ കടന്നു വരും. ഈ യാത്രക്കാരെല്ലാം അബ്രഹാം ആ നാട്ടിലെ പ്രസിദ്ധനായതുകൊണ്ട് അബ്രഹാമിൻ്റെ കിണറിൻ്റെ അരികെ വെള്ളം കുടിച്ച് ആഹാരം വാങ്ങി കഴിച്ച് അബ്രഹാമിനെ സന്ദർശിക്കാനായിട്ട് കൂടാരത്തിലേക്ക് വരാറുണ്ട്. അവർ വരുമ്പോൾ അവരെ തന്നെ പരിചയപ്പെടുത്തും. അവരാരാണ്, എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ അവർ പരിചയപ്പെടുത്തും. അതുപോലെ അബ്രഹാമിനോട് ചോദിക്കും, എത്ര നാളായി ഇവിടെ താമസിക്കാൻ തുടങ്ങി, അങ്ങയുടെ പേരെന്താണ്, അതോടൊപ്പം തന്നെ അങ്ങക്ക് എത്ര മക്കളുണ്ട്. കാരണം അബ്രഹാം എന്ന പേരിൻ്റെ അർത്ഥം അനവധി മക്കളുടെ പിതാവ് എന്നാണ്. അബ്രഹാമിന് എത്ര മക്കളുണ്ടെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ഒരു പരിഹാസം പോലെ അബ്രഹാം അത് കേട്ടു. 1 തവണയല്ല, 10 തവണയല്ല, 100 തവണയല്ല, അനവധി തവണ അബ്രഹാമിനോട് അവർ ചോദ്യം ചോദിക്കും, താങ്കൾക്ക് എത്ര മക്കളുണ്ട്, അഭിനന്ദനങ്ങൾ എന്നൊക്കെ അവർ പറയും. പക്ഷേ അബ്രഹാം പറയും, എനിക്ക് മക്കളില്ല. അത് അവരെ സംബന്ധിച്ച് ഒരു ഞെട്ടലുള്ള വാക്ക് സത്യമാണ്. അബ്രഹാം എന്ന പേരിൻ്റെ അർത്ഥം ഫാദർ ഓഫ് മെനി, അനേകരുടെ പിതാവ്, ബഹുജാതികളുടെ പിതാവ്. പക്ഷേ അതെനിക്ക് മക്കളില്ല. ആ പിതാവായ അബ്രഹാമിൻ്റെ പിതാവിൻ്റെ വാക്കുകൾ വളരെ നിശ്ചയമുള്ളതാണ്. പക്ഷേ ആ മനുഷ്യന് അനേകം കന്നുകാലികളും ഒട്ടകങ്ങളും ആടുമാടുകളും ദാസിദാസന്മാരുമുണ്ട്, പക്ഷെ മക്കളില്ല. ഇത് നിരന്തരം കേട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ്. വർഷങ്ങൾ കഴിയുന്നു. 20-25 വർഷമായി ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദാനം അത് സംഭവിക്കുന്നില്ല. എന്നിട്ടും ഇങ്ങനെ ഹൃദയഭേദകമായ അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടും അബ്രഹാം പൂർണ്ണമായി ഉറച്ചു എന്ന് പറഞ്ഞു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തൻ. ഇതിൻ്റെ ശക്തിയിൽ ദൈവം വാഗ്ദാനം ചെയ്തത് അത് സാധിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചു. അബ്രഹാമിൻ്റെ വിശ്വാസം അടിസ്ഥാനപ്പെട്ടത് മറ്റൊന്നിലുമല്ല, തൻ്റെ ചിന്തകളിലല്ല, സങ്കല്പങ്ങളിലല്ല, ആഗ്രഹങ്ങളിലല്ല, ദൈവത്തിൻ്റെ വചനത്തിൽ, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ. കാരണം റോമലേഖനം 10:17 നമുക്കറിയാം, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-20 കർത്താവ് യേശുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ ക്രിസ്തു പ്രാർത്ഥിച്ച്, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർ. അപ്പോസ്തലന്മാരുടെ വചനത്താൽ കർത്താവ് യേശുവിൻ്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവർക്ക് വേണ്ടി കർത്താവ് യേശു മുൻകൂട്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൽ കേന്ദ്രീകരിക്കുക മാത്രമല്ല, വചനത്തിൽ അടിസ്ഥാനപ്പെട്ടതുമായിരിക്കണം. വിശ്വാസം വചനത്തിൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കണം. അതാണ് ഉറപ്പുള്ള, നിശ്ചയമുള്ള വിശ്വാസം, ശക്തിമത്തായ ബലമുള്ള വിശ്വാസം. നാം ഒരുപക്ഷെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാകും, അബ്രഹാമിനെ പോലെ വിശ്വാസം നമുക്കുണ്ടായിരുന്നുവെങ്കിൽ. അബ്രഹാമിൻ്റെ വിശ്വാസം ശക്തിമത്തായിരുന്നു. അബ്രഹാമിൻ്റെ വിശ്വാസം ബലമുള്ളതായിരുന്നു. സംശയമുണ്ടായിരുന്നില്ല വിശ്വാസത്തിൽ. അത് ആത്മസംയമനമുള്ള വിശ്വാസമായിരുന്നു. ഒരിക്കലും പരാജയപ്പെട്ടില്ല. പല പ്രതികൂലങ്ങൾ നേരിട്ടു, പക്ഷെ താൻ പരാജയപ്പെട്ടില്ല. പക്ഷേ നാം മനസ്സിലാക്കണം, അബ്രഹാമിൻ്റെ വിശ്വാസം തികവുള്ളതായിരുന്നില്ല, പെർഫെക്റ്റ് ആയിരുന്നില്ല. അബ്രഹാമിൻ്റെ വിശ്വാസം തികവുള്ളതും കുറ്റമറ്റതുമാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ പിന്നെ നമ്മൾ അബ്രഹാമിനെ മാതൃകയാക്കാൻ പറ്റില്ല. കാരണം അബ്രഹാമിൻ്റെ വിശ്വാസമാണ് നമ്മോടും ആവശ്യപ്പെടുന്നത്. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ചുവടുകൾ അനുഗമിക്കണമെന്നാണ് നമ്മോട് പറയുന്നത്. അതുകൊണ്ട് അബ്രഹാമിൻ്റെ വിശ്വാസം കുറ്റമറ്റതും തികവുള്ളതുമാണെന്ന് പറഞ്ഞാൽ അബ്രഹാം നമുക്കൊരു നിലവാരമാകില്ല, നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റില്ല. പിന്നെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അബ്രഹാമിൻ്റെ വിശ്വാസത്തിൽ കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്. തികവുള്ളതും കുറ്റമറ്റതായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നിരാശപ്പെടും, തളർന്നു പോകും. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൽ ബലഹീനതകളുണ്ട്, മാനുഷികമാണ്. അബ്രഹാം മനുഷ്യനാണ്. അതുകൊണ്ട് അബ്രഹാമിൻ്റെ വിശ്വാസത്തിൽ പല കുറവുകളും പരാധീനതകളും ഉണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 15 ഉദാഹരണത്തിന്, അബ്രഹാമിന് മക്കളില്ലാത്ത കാലം അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, എൻ്റെ ദാസനെ എലിയാസാർ അവകാശിയാകട്ടെ. ഉൽപ്പത്തി 15 2-3 വാക്യങ്ങൾ. അവിടെ അബ്രഹാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ അബ്രഹാം നിരാശയിൽ നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. അതിന് അബ്രഹാം, കർത്താവ് യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവരെ നടക്കുന്നുവല്ലോ. എൻ്റെ അവകാശി ദമേശക്കാരനായ എലിയേസർ അത്രേ എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുന്നു എന്ന് അബ്രഹാം പറഞ്ഞു. അതൊരല്പം ഇടർച്ചയാണ്. ഉൽപ്പത്തി പുസ്തകം 17 അധ്യായത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അതിൻ്റെ 15-16 വാക്യങ്ങളിൽ
ദൈവം പിന്നെയും അബ്രഹാമിനോട് നിൻ്റെ ഭാര്യയായ സാറായെ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നിരിക്കണം. ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്നൊരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുന്ന അരുളി ചെയ്തു. അപ്പോൾ അബ്രഹാം കവിണ്ണ് വീണ് ചിരിച്ചു. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ, 90 വയസ്സുള്ളവൻ സാറ പ്രസവിക്കുമോ എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. അവിടെയും ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ സംശയിച്ച നിമിഷങ്ങൾ ആ കാലഘട്ടത്തിൽ, ആ സമയത്ത്. പക്ഷേ 18-ാം വാക്യത്തിൽ ഇസ്മയേൽ നിൻ്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്നും അബ്രഹാം ദൈവത്തോട് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ അബ്രഹാം കടന്നുപോയി. തീർച്ചയായും മാനുഷികമായ നിലയിൽ അബ്രഹാമിൻ്റെ ഉള്ളിലും അല്പം പ്രയാസങ്ങളുണ്ടായി. വർഷങ്ങൾ കഴിയുന്നു. ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് പറഞ്ഞ ആ വാഗ്ദാനം അകന്നകന്നു പോവുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് അബ്രഹാമിനെക്കുറിച്ച് പൗലോസ് പ്രകാരം പറഞ്ഞ വിശ്വാസത്തിൽ ഉറച്ചു, ദൈവം വാഗ്ദത്തം ചെയ്ത് സാധിപ്പാൻ ശക്തനെന്നുറച്ചു? അതിനുള്ള ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അത് വളരെ എളുപ്പമല്ല. അബ്രഹാമിൻ്റെ വിശ്വാസമെന്ന് പറയുന്നത് അത് എവിടെ ഊന്നൽ കൊടുത്തു എന്നുള്ളതിലാണ്. ദൈവത്തിലാണ് അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഊന്നൽ. ഉദാഹരണത്തിന് റോമലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ജീവിതത്തിൽ നമ്മൾ പലവിധമായ ഭീഷണി ഉണ്ടാവാക്കുന്ന പല സാഹചര്യങ്ങൾ നേരിടും. നമ്മൾ തകർന്നു പോകാവുന്ന പല അവസ്ഥകൾ നേരിടും. അവിടെയെല്ലാം ദൈവത്തിൽ നമ്മൾ മുറുകെ പിടിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ മുറുകെ പിടിച്ച് വിശ്വസ്തരായി നിന്നാൽ നാം വിശ്വാസം തളരില്ല. അബ്രഹാമിൻ്റെ ജീവിതത്തിലും വിശ്വാസയാത്രയിലും പ്രയാസങ്ങളുണ്ടായി, പല പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ ഒരു കാര്യം അബ്രഹാമിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയുമ്പോൾ ശ്രദ്ധിക്കണം. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ്, ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ കണ്ണ് ദൈവത്തിൽ നിന്ന് ഒരിക്കലും അബ്രഹാം മാറ്റിയില്ല. വേദനകളും പ്രയാസങ്ങളും സംശയങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും അപമാനങ്ങളും പരിഹാസങ്ങളും ഒക്കെ നേരിട്ടു. പക്ഷേ അബ്രഹാമിൻ്റെ കണ്ണ് ദൈവത്തിൽ തന്നെ ഉറപ്പിച്ചു വെച്ചു. അത് വളരെ പ്രധാനമാണ്. വിശ്വാസത്തിൻ്റെ ഗുണമോ ബലമോ അല്ല, വിശ്വാസം എവിടെ എന്നുള്ളതാണ്. വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ് ഏറ്റവും പ്രാധാന്യം. നമ്മുടെ ജീവിതത്തിലും പലവിധമായ പ്രയാസങ്ങളുണ്ടാകും, ചിലപ്പോൾ ഇടയ്ക്ക് സംശയങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയിൽ മുന്നേറിക്കൊണ്ടിരിക്കണം. തുടർച്ചയായി പ്രാർത്ഥിക്കണം, തുടർച്ചയായി വചനം വായിക്കണം, ദൈവഹിതം അന്വേഷിക്കണം, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അങ്ങനെ വന്നാൽ അബ്രഹാമിനെ പോലെ നമുക്ക് വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ സാധിക്കും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അബ്രഹാമിനെക്കുറിച്ചുള്ള ജീവിതത്തിലെ ഈ സർവേ അവസാനിപ്പിക്കുമ്പോൾ ഉൽപ്പത്തി 15:6 പറയുന്ന പോലെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ഇപ്പോൾ റോമലേഖനം 4:22 വായിച്ച് അവസാനിപ്പിക്കുക. വാക്യം നമ്മൾ അടുത്ത പാഠത്തിൽ തുടരുന്നതാണ്. റോമർ 4-ാം വാക്യത്തിൽ അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു എന്നവിടെ എഴുതി. ഉൽപ്പത്തി 15:6. അബ്രഹാമിൻ്റെ വിശ്വാസം പൂർണ്ണമായിരുന്നില്ല, കുറ്റമറ്റതായിരുന്നില്ല. പക്ഷേ എങ്കിലും അത് വിശ്വാസമായിരുന്നു. ആ വിശ്വാസ നിമിത്തം ദൈവം അബ്രഹാമിനെ നീതിമാനായി കണക്കാക്കി. അപ്പോൾ നാം ഇന്ന് ചിന്തിച്ചത് 20 മുതൽ 22 വരെയുള്ള വാക്യം. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിച്ചില്ല. അവിശ്വാസം വരും, അവിശ്വാസത്തിൻ്റെ ചിന്തകൾ വരും. പക്ഷേ ദൈവത്തിൽ സംശയിച്ചില്ല, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ സംശയിച്ചില്ല. അതിന് പകരം എന്ത് ചെയ്തു? വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. വെറുതെ ഇരുന്നാൽ ശക്തിപ്പെടില്ല. നമ്മുടെ ഭാഷയിൽ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം, വചനം നിരന്തരമായി വായിക്കണം, യഥാർത്ഥ ദൈവമക്കളുമായുള്ള കൂട്ടായ്മ അനുഭവിക്കണം. വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം, വിശ്വാസം വളർത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. കുറ്റപ്പെടുത്തുന്ന, പരിഹസിക്കുന്ന, കളിയാക്കുന്നവരിൽ നിന്ന് മാറി നടക്കണം. അപ്പം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. അതുകൊണ്ട് ദൈവത്തിന് മഹത്വം കിട്ടി. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വിധത്തിൽ സംസാരിച്ചു. പലരും ദൈവത്തെ സംശയിക്കുന്ന തരത്തിൽ തന്നോട് പറഞ്ഞിരിക്കാം, ഇനി എന്തിനും ദൈവത്തെ ആശ്രയിക്കണോ? ഹന്നയോട് പറഞ്ഞു പോലെ, ഇനിയും നീ പ്രാർത്ഥനയ്ക്ക് പോകണോ? ഇനിയും നീ ബൈബിൾ വായിക്കണോ? നിൻ്റെ കാര്യമൊന്നും നടക്കുന്നില്ലല്ലോ, എല്ലാം തകരുകയാണല്ലോ, എല്ലാ പ്രതീക്ഷകളും കെട്ടടങ്ങുകയാണല്ലോ, ഇനിയും നീ പ്രാർത്ഥനയ്ക്ക് പോകണോ? ഇനിയും നീ ആരാധിക്കാൻ പോകണോ ദൈവത്തെ? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെയും യോബിനെ പോലെ ദൈവത്തെ നമസ്കരിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറപ്പ്, കടുകവണിയും പോലെ ഉറച്ച വിശ്വാസം. ദൈവം വാഗ്ദാനം ചെയ്ത് പ്രവർത്തിപ്പാൻ ദൈവശക്തൻ. എൻ്റെ ബലഹീനതകളുണ്ട്, എനിക്ക് കുറവുകളുണ്ട്, പക്ഷെ ദൈവശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ച്, അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പോൾ അടുത്ത പാഠത്തിൽ നമ്മൾ അബ്രഹാമിൻ്റെ പിൻഗാമികളായി തീരുന്ന വിശ്വാസികളെക്കുറിച്ച് ചിന്തിക്കും, 23 മുതൽ 25 വരെ. അപ്പോൾ മറക്കരുത്, അബ്രഹാമിൻ്റെ വിശ്വാസം നമുക്ക് മാതൃകയായി ദൈവം നൽകി തന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.